നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. നമ്മൾ കൃത്യമായിട്ട് വെള്ളം കുടിച്ചില്ലെങ്കിൽ, അതുപോലെ കുറേ സമയം യൂറിൻ പാസ് ചെയ്യാതെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ശീലം ഉണ്ടെങ്കിൽ വൃക്കയിൽ അണുബാധ വരാൻ സാധ്യത കൂടുതലാണ്. വൃക്കയിൽ അണുബാധ വന്നാൽ ശരീരം പെട്ടെന്ന് കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് വൃക്ക അഥവാ കിഡ്നി. ശരീരത്തിൽ നിന്നും വേസ്റ്റ് പ്രോഡക്ട്സ് പുറന്തള്ളാൻ സഹായിക്കുന്ന വൃക്കയിൽ അണുബാധ വന്നാൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ചിലപ്പോൾ വൃക്കയിൽ അണുബാധ വന്നാൽ അത് അറിയാതെ പോലും പോവാറുണ്ട്, ഐഡൻറ്റിഫൈ ചെയ്യാതെ പോവാറുണ്ട്. വൃക്കയിൽ അണുബാധ വന്നാൽ ശരീരം പെട്ടെന്ന് കാണിക്കുന്ന ലക്ഷണങ്ങൾ നോക്കാം. വൃക്കയിൽ അണുബാധ വന്നാൽ നടുവേദന വരാനുള്ള സാധ്യത കൂടുതലാണ്. സാധാരണ നടുവേദനയിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. നടുവേദന വന്നാൽ നമുക്ക് കുനിയാനൊന്നും സാധിച്ചെന്ന് വരത്തില്ല. എന്നാൽ വൃക്കയിൽ അണുബാധ വന്നാൽ നടുവേദന വരും. പ്രത്യേകിച്ച് നിൽക്കാനോ ഇരിക്കാനോ നടക്കാനോ പറ്റാത്ത വിധത്തിൽ അതികഠിനമായ വേദനയായിരിക്കും. പക്ഷേ കുനിയുമ്പോൾ അത്ര വലിയ വേദനയൊന്നും അനുഭവപ്പെടില്ല. സാധാരണ നടുവേദന വരുമ്പോഴുള്ള വേദനയായിരിക്കില്ല വൃക്കയിൽ അണുബാധ സംഭവിക്കുമ്പോൾ വരുന്നത്. ഇത്തരത്തിൽ വേദന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിനെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം വൃക്കയ്ക്ക് അണുബാധ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള വേദന വരുന്നത്. യൂറിൻ പോകുന്ന സമയത്ത് നല്ലതുപോലെ വേദന അനുഭവപ്പെടുക, ഒരുതരം പുകച്ചിൽ പോലെ അല്ലെങ്കിൽ ഒരു ബേണിംഗ് സെൻസേഷൻ അനുഭവപ്പെടുക, ഇതൊക്കെ വൃക്കയിൽ അണുബാധയുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ യൂറിൻ കുറച്ച് മാത്രം പോകുക, ചിലപ്പോൾ യൂറിൻ ഒട്ടും പോവാതെ ഇരിക്കുക, യൂറിൻ പാസ് ചെയ്യണമെന്ന് തോന്നിയാലും യൂറിൻ പോവാത്ത ഒരവസ്ഥ, ഇതൊക്കെ വൃക്കയിൽ അണുബാധ ഉള്ളതിൻ്റെ ലക്ഷണങ്ങളാണ്. മാത്രമല്ല വൃക്കയിൽ അണുബാധ വന്നാൽ കടുത്ത പനിയും വരാം, വയറുവേദന, വിറയൽ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളും കണ്ടെന്ന് വരാം. കാരണം ശരീരത്തിൽ അണുബാധ വരുമ്പോൾ ശരീരം അതിനെതിരെ പ്രതിരോധിക്കും. ഇതിൻ്റെ ഫലമായിട്ടാണ് പനി ഉണ്ടാവുന്നത്. ചിലർക്ക് പനി മാത്രമല്ല നല്ല കഫക്കെട്ട് പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും കണ്ടെന്ന് വരാം. അതുപോലെ തന്നെ വൃക്കയിൽ അണുബാധ വന്നാൽ നല്ലതുപോലെ ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടാം. രാത്രിയിൽ ഒട്ടും കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥ, യൂറിനിൽ ബ്ലഡിൻ്റെ അംശം ഇവയൊക്കെ കാണാം. അടിവയറ്റിൽ അതികഠിനമായ വേദന, അതുപോലെ ഓക്കാനം വരിക, ഇങ്ങനത്തെയുള്ള ലക്ഷണങ്ങളും വൃക്കയിൽ അണുബാധ ഉണ്ടെങ്കിൽ വരാവുന്നതാണ്. ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മെഡിസിൻസ് കഴിക്കുക തന്നെ വേണം. അതോടൊപ്പം നന്നായിട്ട് വെള്ളവും കൂടെ കുടിക്കുക. ബാർലിയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ നറുനീണ്ടിയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നന്നായിരിക്കും. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉള്ളപ്പോൾ മെഡിസിൻസ് കഴിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് പല അസുഖങ്ങളിലേക്കും അത് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.